ഇറാനും അമേരിക്കയും തമ്മിലുള്ള മസ്കറ്റ് ചർച്ചയ്ക്ക് ശേഷം ട്രംപ് പുറപ്പെടുവിച്ച പ്രസ്താവന നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് വളരെ നല്ല സംഭാഷണമായിരുന്നു. 2, ഉടൻ തന്നെ, അതായത് അടുത്ത ആഴ്ച തന്നെ വീണ്ടും നമ്മൾ കാണും, സംസാരിക്കും. മൂന്നാമത്തേത്, ഏതെങ്കിലും രാജ്യം ഇങ്ങനെ ഇരിക്കവേ തന്നെ ഇറാനുമായി എന്തെങ്കിലും നേരിട്ടോ അല്ലാതെയോ ഒരു ഡീൽ ഉണ്ടാക്കിയാൽ, പെട്രോളിനോ ഗ്യാസിനോ എന്തിനെങ്കിലും ഡീൽ ഉണ്ടാക്കിയാൽ ആ രാജ്യങ്ങൾക്ക് മേൽ 25% എക്സ്ട്രാ താരിഫ് ഏർപ്പെടുത്തും എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇറാൻ വളരെ പെട്ടെന്ന് തന്നെ തങ്ങളുമായി ഉദ്ദേശിക്കുന്ന കരാറിൽ ഒപ്പിട്ടിരിക്കും. ഇതാണ് തൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ പരിണിത ഫലം വളരെയധികം കഷ്ടതയുള്ളതായിരിക്കും എന്ന മുന്നറിയിപ്പ് കൂടി ഒന്നുകൂടി ട്രംപ് പറഞ്ഞു നിർത്തി. നമുക്ക് കാണാം. അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന അലി മഗ്ദി എന്ന 22-കാരനെക്കുറിച്ച് ഇത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് അയക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കണ്ണ് നിറയും, മനസ്സ് വിതുമ്പും. കാരണം ഫെബ്രുവരി 5-ാം തീയതി ഈ അലിയുടെ ഗ്രാജുവേഷൻ സെറമണി നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു. ഫെബ്രുവരി 1-ാം തീയതി ഒരു അപകടത്തിൽ അലി മരണമടയുന്നു. അതും ബൈക്ക് ആക്സിഡൻറ്റ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പലതും ഒളിഞ്ഞിരിപ്പുള്ള ഒരു വാർത്തയാണിത്. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം ഇതാ ഇങ്ങെത്തുന്നു. ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് അജ്മാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഭരണാധികാരിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന ദിവസത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ട് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഇങ്ങനെ 4 ദിവസം മുമ്പ് മരിക്കുക എന്നൊക്കെ പറയുന്ന സംഭവം. ആ ഗ്രാജുവേഷൻ സെറമണിയിൽ കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അവിടെ ഭരണാധികാരി തന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും അലിയെക്കുറിച്ചായി ചർച്ച. ഭരണാധികാരി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ കുടുംബം ഫീസ് ഇനത്തിൽ അവിടെ കൊടുത്ത മുഴുവൻ തുകയും തിരിച്ചു കൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും അങ്ങനെ തിരിച്ചു കൊടുക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന അറിയിപ്പാണ് പിന്നീട് നമ്മൾ അറിയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഒരു കുടുംബത്തിലും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. മരണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മുടെ ഗുജറാത്തിൽ നിന്ന് വരുന്നത് കൂടി ഒന്ന് അറിയണം. 96-ൽ, അതായത് 30 വർഷം മുമ്പ് 20 രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറെ, അതൊരു ട്രക്ക് ഡ്രൈവറിൽ നിന്ന് കൈക്കൂലി 20 രൂപ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ജയിലിലടച്ചു. അദ്ദേഹം അപ്പീലൊക്കെ കൊടുത്തെങ്കിലും ആ കേസ് ഇങ്ങനെ കെട്ടുകൾക്കിടയിൽ പെട്ട് കുടുങ്ങി പിന്നെ വിധി വരാൻ വൈകി. ഏതായാലും 30 വർഷം കഴിഞ്ഞ ദിവസം വിധി വന്നു അദ്ദേഹത്തെ മോചിപ്പിക്കാൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു. നിരപരാധിയാണ്, 20 രൂപ അദ്ദേഹം വാങ്ങി എന്നുള്ളതിന് തെളിവില്ല എന്ന് പറഞ്ഞ് 30 വർഷം കഴിഞ്ഞ് വിധി വരികയും പുറത്തു വരികയും ചെയ്തു. ആ സന്തോഷാതിരേകത്തിൽ കുടുംബം നിൽക്കുമ്പോൾ പിറ്റേ ദിവസം അദ്ദേഹം ഹാർട്ട് അറ്റാക്കിൽ മരണമടയുകയാണ്. ഇതെന്തൊരു തരം വിധിയാണ്! കോടതിയുടെ വിധി മോചിപ്പിച്ചുകൊണ്ട് 30 വർഷത്തിന് ശേഷം എത്തുന്നു. അദ്ദേഹത്തിൻ്റെ വിധി പിറ്റെന്ന് മരിക്കാനായിരിക്കുന്നു. ഇത്തരം സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുനർവിചിന്തനം ആവശ്യമാണ് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Kisa Floor Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.